Good evening, Emmy. Emmy മാത്രം എത്തിയിട്ടുള്ളോ? Good evening, teacher. ഗുഡ് ഈവനിങ്. എത്തട്ടെ എല്ലാവരും. കഴിഞ്ഞ ദിവസത്തെയൊക്കെ നോക്കിയോ? ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അവർ വരുമ്പോഴത്തേക്കിന് അതിരുന്ന് പഠിക്കും. എല്ലാവരും ഒന്ന് എത്തട്ടെ. Okay, teacher. രണ്ട് ഹോംവർക്ക് മിസ് തന്നിരുന്നല്ലോ, ചെയ്തിരുന്നോ? എമ്മി കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നോ? ഗുഡ് ഈവനിങ് ആൽവിൻ. ഗുഡ് ഈവനിങ് ദീപു.
Good evening. എല്ലാവരും ഒന്ന് എത്തട്ടെ. അപ്പോഴത്തേക്കിന് ഇക്വേഷൻ പഠിക്കരുത്. സൈൻ എ പ്ലസ് ബി സിക്കൽ സൈൻ എ ക്രോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ഇതൊക്കെ പഠിക്കരുത്. മിസ് ഷെയർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ. റോസ്മി ഗുഡ് ഈവനിങ്. ടോണി ഗുഡ് ഈവനിങ്. കുട്ടികളൊന്നും അറിഞ്ഞില്ലേ ക്ലാസിന്റെ കാര്യം? 8 o'clock ആയല്ലോ. ഒരു 2 minutes കൂടെ നോക്കാം കേട്ടോ. ഓക്കെ, ആൻമരിയ ഗുഡ് ഈവനിങ്. ജിനോബ് ഗുഡ് ഈവനിങ്. മിസ് 2 ഹോംവർക്ക് തന്നിരുന്നു, നോക്കാൻ വരുമ്പോഴത്തേക്കിന് എല്ലാരും എത്തുമ്പോഴത്തേക്കിന് ഹോംവർക്ക് ഒക്കെ ചെയ്തോ? പിന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റിന് ഞാൻ വിചാരിച്ചു ഇതിന്റെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് അത് ഒരു ടഫ്നെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് കുറച്ച് ഇക്വേഷൻസും കൂടെ പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അതോടെ ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളവർ എത്തട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് 2 ആംഗിൾസ് ആണ് അല്ലേ? അപ്പൊ അതിനകത്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തത്. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി സം വെച്ചിട്ടുള്ള ഇക്വേഷൻസ്, ഡിഫറൻസിന്റെ ഇക്വേഷൻസും ആണ്. സൈൻ എ പ്ലസ് ബി, സൈൻ എ മൈനസ് ബി, കോസ് എ പ്ലസ് ബി, കോസ് എ മൈനസ് ബി, അതുപോലെ തന്നെ ടാൻ എ പ്ലസ് ബി, ടാൻ എ മൈനസ് ബി, കോട്ട് എ പ്ലസ് ബി, കോട്ട് എ മൈനസ് ബി. അതിന്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും ഡിസ്കസ് ചെയ്തതും. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. സൈൻ 75 ഡിഗ്രി ചെയ്തു. സൈൻ 75 ഡിഗ്രിയെ സൈൻ 30 പ്ലസ് 45 ആക്കിയിട്ട് സമ്മിന്റെ ഫോമിലേക്ക് ആക്കി. സൈൻ എ പ്ലസ് ബിയുടെ ഫോമിലാക്കിയിട്ട് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നുള്ള ഫോമിലേക്ക് മാറ്റിയിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അത്രേ ഉള്ളായിരുന്നു അല്ലേ? ടാൻ 15 ഡിഗ്രി അതുപോലെ തന്നെ സെയിം
ടാൻ 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ ടാൻ 45 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. നമുക്ക് അറിയാവുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻസിനൊക്കെ സ്റ്റാൻഡേർഡ് വാല്യൂസ് നമുക്കറിയാം കുറച്ച് 45, 30, 90 അല്ലേ. അപ്പൊ അതിലേക്ക് 60 ഡിഗ്രി അതിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക ചെയ്തത്, ഫോർമുല അപ്ലൈ ചെയ്തു. അപ്പോൾ ടാൻ 15 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടാൻ 45 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി ആണ്. അപ്പോൾ ടാൻ എ മൈനസ് ബിയുടെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. ടാൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യണം, ചാറ്റ് ചെയ്തേക്കണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അനക്കവും ഇല്ലായിരുന്നു ആരുടെയും. അപ്പൊ ടാൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി ആയിരുന്നു. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ എയും ബി എന്ന് പറയുന്നത് 45 ഡിഗ്രി ആൻഡ് ബി ഈസ് 30 ഡിഗ്രി. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ആൻസർ കണ്ടുപിടിച്ചു. അതിനെ പോലെയുള്ള 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഹോംവർക്ക് തന്നിരുന്നത്. കോസ് 15 ഡിഗ്രി നിങ്ങൾ ചെയ്തെന്നാണ് മിസ് വിശ്വസിക്കുന്നത്. കോസ് 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ മിസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ വീണ്ടും ഒന്നും കൂടെ ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടെ പോകുന്നതുകൊണ്ട് ഞാൻ അത് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കണം ആൻസർ കറക്റ്റ് ആണോ എന്ന്. ഓക്കെ, അപ്പോ ടാൻ 15 ഡിഗ്രിയെ നമ്മൾ എന്ത് ചെയ്തു? കോസ് 15 ഡിഗ്രി കോസ് 60 മൈനസ് 45 ആക്കി. കോസ് 60 മൈനസ് 45 കോസ് എ മൈനസ് ബി അല്ലേ. കോസ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. വേണമെങ്കിൽ ഇവിടെ എഴുതി വെച്ചോണം. കോസ് എ മൈനസ് ബിയുടെ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 1/2 × 1/√2 പ്ലസ് √3/2 × 1/√2 വരും. അപ്പോൾ 1/2√2 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ √3/2√2. 2√2 സെയിം ആണ്, എൽസിയം സെയിം ആയതുകൊണ്ട്, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമ്മൾ 2√2നെ ഒരു പ്രാവശ്യം എഴുതി വെച്ചാൽ മതി. അപ്പോൾ 1 പ്ലസ് √3. ഓക്കെ, കോസ് 15 എളുപ്പമാണ്. ഇനി ടാൻ 75 ഡിഗ്രി, ടാനിന്റെ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അല്ലേ. ടാൻ 15 ഡിഗ്രി ചെയ്തു, അതേപോലെ തന്നെ ഉള്ളൂ ടാൻ 75 ഡിഗ്രി. ടാൻ 75 ഡിഗ്രിയെ നമ്മൾ ടാൻ 30 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രിയുടെ ഫോമിലേക്ക് ആക്കി. ടാൻ എ പ്ലസ് ബിയുടെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. ടാൻ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു ഫോർമുല? ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ഈ ഫോർമുലാസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അത് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടാൻ എ പ്ലസ് ബി എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റത്തില്ല. സോ അത് പഠിക്കുക. ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 പ്ലസ് ടാൻ 45 ഈസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ 30 ഈസ് 1/√3 ആൻഡ് ടാൻ 45 ഈസ് 1. ഓക്കെ, അപ്പോ ഇവിടെ √3 എൽസിയം എടുത്തു. √3 എൽസിയം എടുക്കുമ്പോൾ 1 പ്ലസ് √3 ഡിവൈഡഡ് ബൈ, ഇവിടെ √3 ഇങ്ങോട്ട് വരും. സോ √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ √3. √3 എൽസിയം ആയിട്ട് വരും ഇല്ലേ, അതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് പോയി. അപ്പൊ 1 പ്ലസ് √3 ഡിവൈഡഡ് ബൈ √3 ഹോൾ ഡിവൈഡഡ് ബൈ ഈ √3 ഇങ്ങോട്ട് പോരും അല്ലേ. നമുക്ക് എൽസിയം ഒക്കെ എടുക്കാൻ അറിയാമല്ലോ. അപ്പൊ √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ √3 എന്ന് കിട്ടും. √3 ആൻഡ് √3 ക്യാൻസൽസ്. ദെൻ ബാക്കി എന്താ വരുന്നത്? 1 പ്ലസ് √3 ഡിവൈഡഡ് ബൈ √3 മൈനസ് 1. ഇവിടെ വരെ എഴുതിയാലും ഓക്കെ ആണ്. പക്ഷെ സംടൈംസ് നമുക്ക് പ്രൂവ് ദാറ്റ് ടാൻ 75 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2 പ്ലസ് √3 അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ബാക്കിയും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്തു വെച്ചാൽ ഓക്കെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് റാഷണലൈസ് ദ ഡിനോമിനേറ്റർ ആണ്. ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? അത് ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ √3 മൈനസ് 1 ആണ് ഇരിക്കുന്നത്. √3 മൈനസ് 1ന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് √3 പ്ലസ് 1 ആണ്. √3 പ്ലസ് 1 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ന്യൂമറേറ്ററിൽ നമുക്ക് 1 പ്ലസ് √3 പ്ലസ് 1 രണ്ടും സെയിം തന്നെയാണ്. √3 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്, 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഡിനോമിനേറ്ററിൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി കണ്ടോ. ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ടാൻ 15 ഡിഗ്രി ചെയ്തപ്പോൾ ഇതേ മെത്തേഡ് തന്നെ നമ്മൾ ചെയ്തതാണ്. ദറ്റ് ഈസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഇക്വേഷൻ ആണ് വരുന്നത്. ദെൻ ഡിനോമിനേറ്ററിലെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ടെറി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇന്നലെ ആബ്സെന്റ് ആയിരുന്നോ ടെറി? അനക്കൊന്നുമില്ലല്ലോ. അപ്പൊ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. a plus b the whole square root 3 plus 1 the whole square എന്ന് പറയുമ്പോൾ root 3 the whole square plus 2 root 3 plus 1 all divided by root 3 minus 1 into root 3 plus 1 എന്ന് പറഞ്ഞാൽ a square minus b square അവിടെ അപ്ലൈ ചെയ്തു. 3 minus 1 എന്ന് വന്നു. അപ്പൊ root 3 യുടെ സ്ക്വയറും എത്രയാ വരുന്നത്? 3 plus 2 root 3 plus 1. അപ്പൊ 3യും 1ഉം കൂടെ ചെയ്തു. 3യും 1ഉം കൂടെ ആഡ് ചെയ്ത് 4 ആക്കി. 4 plus 2 root 3 divided by 2. ഈ ന്യൂമറേറ്ററിന്റെ അകത്ത് നമ്മൾ 2 കോമൺ എടുത്തു. Then 2 ക്യാൻസൽ ചെയ്തു. സെയിം ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ tan 15 ഡിഗ്രി ചെയ്തപ്പോഴും റാഷണലൈസ് ദ ഡിനോമിനേറ്റർ ചെയ്തത്. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് 2 plus root 3 എന്ന് കിട്ടും. ഹോംവർക്ക് ചെയ്യാത്തവര് ചെയ്തു വെക്കുക. ഓക്കെ, then ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതേ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ തന്ന ഫോർമുലാസ് വെച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പ്രൂവ് ദാറ്റ് ഉണ്ട് ഇവിടെ കേട്ടോ. cos pi by 4 minus x into cos pi by 4 minus y minus sin pi by 4 minus x into sin pi by 4 minus y equals sin x plus y. ഇതൊക്കെ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. ഇത് എന്തുവാ ഇത് കാണുമ്പോഴേ അറിയാം. cos a, this is cos a, cos b minus sin a, sin b. കണ്ടോ? ഇത്രേ ഉള്ളൂ. cos a cos b minus sin a sin b ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. cos a plus b ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? LHS ഇങ്ങോട്ട് എടുത്തു. LHS is equal to cos, അത് അങ്ങോട്ട് എഴുതി വെക്കുക, pi by 4 minus x into cos pi by 4 minus y. ഇതിങ്ങനെ വലിയൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങളുടെ എക്സസൈസ് തേർഡ് വണ്ണിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ഞാൻ ഓരോ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നത്. ഇടയ്ക്കുന്നൊക്കെയാണ്. കാരണം ഒരേ ഫോർമുലാസ് വന്നിട്ട് അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുക. അല്ലെ എല്ലാം കൂടെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും. tan pi by 4 minus x, sorry, sin pi by 4 minus x into sin pi by 4 minus y. This is LHS. Okay, അപ്പൊ അത് നമ്മൾ എഴുതി. That is equal to, this is cos a cos b minus sin a sin b. ഇവിടുത്തെ a എന്ന് പറയുന്നത് എന്താണ്? a എന്ന് പറയുന്നത് pi by 4 minus x ആണ്. And b is equal to pi by 4 minus y. Okay, അപ്പൊ നമ്മുടെ ഇക്വേഷൻ cos a plus b is equal to cos a cos b minus sin a sin b ആണ്. That is equal to cos a plus b. ഇത് ഇത്രയത്തിന് പകരമായിട്ട് നമുക്ക് cos a plus b. a എന്ന് പറഞ്ഞാൽ pi by 4 minus x plus pi by 4 minus y. കണ്ടോ? ഇങ്ങനെ എഴുതാൻ പറ്റും ഇല്ലേ? അപ്പൊ ഇത് this is a and this one is b. ഇതിനെ നമ്മൾ cos a plus b യുടെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. cos a plus b is equal to cos a cos b minus sin a sin b ആണ്. ഇനിയും that is equal to cos, സിമ്പിൾ അല്ലേ? pi by 4 pi by 4 പ്ലസ് ആണ്. pi by 4 plus pi by 4 എന്ന് പറഞ്ഞാൽ എത്ര pi by 4 വരും? 2 pi by 4 വരും ഇല്ലേ? that is 2 pi by 4. വേണമെങ്കിൽ pi by 2 ഒന്ന് ഒറ്റയടിക്ക് എഴുതിയാലും മതി. ഇല്ലെങ്കിൽ നിങ്ങൾ pi by 4 plus pi by 4 രണ്ട് പ്രാവശ്യം pi by 4 വരും. so it is 2 pi by 4 minus x minus y. അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആൻസർ എഴുതാവുന്നവർക്ക് എഴുതാം, അല്ലാത്തവരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുക. that is equal to cos 2 pi by 4. 2 pi by 4നെ നമുക്ക് 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്തിട്ട് that is pi by 2. ഇതിനെ നമുക്ക് എന്തെഴുതാം? pi by 2 എന്ന് എഴുതിയാൽ മതി. ഓക്കെ,
അപ്പൊ ഇതിന് പകരമായിട്ട് പൈ ബൈ 2 മൈനസ് എക്സ് മൈനസ് വൈ ആണ് അല്ലേ. അപ്പൊ ഞാൻ അതിനെ മൈനസ് ഇങ്ങ് വെളിയിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. ആണല്ലോ. ഇനി നോക്കുക, നമ്മുടെ ആൻസറും എക്സ് പ്ലസ് വൈയുടെ ആംഗിളിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതേ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇവിടെ വരുന്നുണ്ട് മൈനസ് എക്സ് മൈനസ് വൈ ആണ് കിടക്കുന്നത്. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സൈൻ എക്സ് പ്ലസ് വൈ എന്നാണ്. അപ്പൊ വീണ്ടും നമ്മൾ എവിടേക്ക് പോകണം? നമ്മുടെ റിഡക്ഷൻ ഫോർമുലയിലേക്ക് പോകണം ഇല്ലേ. കോസ് പൈ ബൈ 2 ഇത് മനസ്സിലായല്ലോ. മൈനസ് രണ്ടിടത്തും ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു മൈനസ് എടുത്തിട്ട് കോമൺ എടുത്ത് മൈനസ്, ഇപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് വന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി വീണ്ടും നമ്മൾ റിഡക്ഷൻ ഫോർമുല ആയി ഇവിടെ അല്ലേ. റിഡക്ഷൻ ഫോർമുലയിലേക്ക് റിഡക്ഷൻ ഫോർമുല നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ആരുടെ ഒരു അനക്കവും ഇല്ലല്ലോ. ആ ഓക്കെ ഓക്കെ. അപ്പൊ റിഡക്ഷൻ ഫോർമുലയിലേക്ക് വന്നു. അപ്പൊ നമ്മൾ നേരത്തെ പോലെ ചെയ്യണം. ഓക്കെ ഓക്കെ, ഓർമ്മയുണ്ടോ? പൈ ബൈ 2 എന്ന് പറയുന്നുണ്ടേ ദാ ഇവിടെ വന്നു. അപ്പൊ നമ്മൾ റിഡക്ഷൻ ഫോർമുലയിലെ കുറെ കാര്യങ്ങളുണ്ട്. പൈ ബൈ 2, 3 പൈ ബൈ 2 ഒക്കെ വരുമ്പോ എന്താണ് ചെയ്യേണ്ടത്? കോ ഫംഗ്ഷൻ ആണ് വരുന്നത്. കോ ഫംഗ്ഷൻ ഓർമ്മയുണ്ടോ? ദെൻ പൈ 2 പൈ ഇങ്ങനെ വരുന്നുണ്ട്. സെയിം ഫംഗ്ഷൻ ആണ് വരുന്നത്. അതൊക്കെ ഇവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ സെയിം ഫംഗ്ഷൻ ആണ് വരുന്നത്, അത് ഓർമ്മ വേണം. ഇവിടെ അപ്പൊ പൈ ബൈ 2 മൈനസ് ആണ്. പൈ ബൈ 2 മൈനസ് എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത് ഇല്ലേ. പൈ ബൈ 2 മൈനസ് പൈ ബൈ 2-നകത്തുനിന്ന് മൈനസ് ഒരു ആംഗിൾ ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ ആർ പോസിറ്റീവ് ആണ്. അപ്പൊ പിന്നെ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഓൾ ആർ പോസിറ്റീവ് ആണ്. ഇനി പൈ ബൈ 2 മൈനസ് ആയതുകൊണ്ട് പൈ ബൈ 2 കഴിഞ്ഞ ക്ലാസ് ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുമായിരിക്കും. അപ്പൊ പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 വരുന്നുണ്ട്, നമ്മൾ കോ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. കോസ് പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോ സൈൻ എക്സ് പ്ലസ് വൈ ആണ് വരുന്നത്. സൈൻ ഓഫ് ദിസ് ആംഗിൾ പൈ ബൈ 2 വന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കോ ഫംഗ്ഷൻ യൂസ് ചെയ്തത്. പിന്നെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ഓൾ ആർ പോസിറ്റീവ്. സോ ദിസ് ഈസ് സൈൻ എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ആൻസർ കിട്ടിയല്ലോ. ഇത്രേ ഉള്ളൂ കാര്യം. സിമ്പിൾ അല്ലേ? നമ്മുടെ ഇക്വേഷൻ ഫോർമുല ഇതായിരുന്നു. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ഈക്വൽ ടു, നമ്മൾ കോസ് എ പ്ലസ് ബി എന്ന് എഴുതി, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 ഈസ് 2 പൈ ബൈ 4 മൈനസ് എക്സ് മൈനസ് വൈ, മൈനസ് കോമൺ എടുത്തു, എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. ദിസ് ഈസ് പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് വൈ. പൈ ബൈ 2 മൈനസ് വരുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോ അതുമല്ല, പൈ ബൈ 2 വരുന്നുണ്ടെങ്കിൽ നമ്മൾ കോ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സൈൻ വരും കേട്ടോ. കോസ് വരുന്നുണ്ടെങ്കിൽ കോ ഫംഗ്ഷൻ വരുമ്പോൾ സൈൻ ആണ് വരുന്നത്. സെയിം ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ കോസ് തന്നെ വന്നേ. ഇങ്ങനെ ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ഓക്കെ ദീപു, ഓക്കെ ആൻ മരിയ, ഓക്കെ എമി, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ഫോർമുലാസ് അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ ആൻ മേരി. സൈൻ എൻ പ്ലസ്, ഇനിയിപ്പോ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. സൈൻ എൻ പ്ലസ് 1 എക്സ് into sin n plus 2x plus cos n plus 1x into cos n plus 2x is equal to cos x. LHS is equal to, മിസ് ഇനി LHS എടുത്ത് എഴുതുന്നില്ല, നിങ്ങൾ എഴുതിക്കോണം കേട്ടോ. മിസ് ഓൾറെഡി ഇവിടെ LHS ഉണ്ടല്ലോ, അപ്പൊ LHS എടുക്കുക. then LHS is equal to, അല്ലെങ്കിൽ പിന്നെയും അത്ര എഴുതി വരുമ്പോഴത്തേക്കിന് കുറെ സമയം പിടിക്കും. then ഇവിടുത്തെ എയും ബിയും ഏതാണ്? ദിസ് ഈസ് എ, സൈൻ എ എന്ന് പറയുമ്പോൾ ഇത് ഫുൾ ആയിട്ട് വരും കേട്ടോ. ദിസ് ഈസ് സൈൻ ബി. അപ്പൊ സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി. അത് തിരിഞ്ഞു വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി, അത് തന്നെയാണ് സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി എന്ന് പറയുന്നത് അല്ലേ. ദാറ്റ് ഈസ് കോസ് എ മൈനസ് ബി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെടുക്കണം? LHS എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു, LHS നെ എങ്ങനെ എഴുതാം? കോസ്
എ മൈനസ് LHS ഇതാ കേട്ടോ, അത് എഴുതിക്കോണേ. അത് എഴുതാത്തോണ്ട് എന്തോ ഒരു ഇതുണ്ട്. കോസ് എ മൈനസ് ബി. എ എന്ന് പറയുമ്പോ n+1 ഇൻറ്റു എക്സ് ആണ്. മൈനസ് കോസ് n+1 ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് പറയുമ്പോ ഏതാണ്? n+2 ഇൻറ്റു എക്സ്. ഓക്കെ, ഇനി ഞാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇല്ലേ, അറിയാവുന്നവരാണ് ഡയറക്റ്റ് ഡയറക്റ്റ് എടുത്തിട്ട് അങ്ങ് അഡീഷൻ ചെയ്ത് വെച്ച് സബ്ട്രാക്ഷൻ ചെയ്താൽ മതി. അല്ലാത്തവര് ഇങ്ങനെ ചെയ്യുക. കോസ് ഈ എക്സ് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ nx പ്ലസ് എക്സ് എന്ന് കിട്ടും. കോസ് nx പ്ലസ് എക്സ്. ഇനി ഈ മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റ് ഉള്ളത് കൊണ്ട് ദിസ് മൈനസ് ഈസ് കോമൺ ടു ബോത്ത് ദ ടേംസ്. സോ -nx മൈനസ് 2x എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി അല്ലാതെ അറിയാവുന്നവർ ആണെങ്കിൽ n+1 മൈനസ് അകത്തേക്ക് കൊടുക്കുന്നുണ്ട് -n-2 എന്നാവും. ഇൻറ്റു എക്സ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് എന്നും മൈനസ് എന്നും കൂടെ കട്ടായി പോയി. ബാക്കി -1x എന്ന് കിട്ടും. ദാറ്റ് ഈസ് -x. അത് ഇഷ്ടമുള്ള കൂട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി എക്സ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. nx പ്ലസ് എക്സ് മൈനസ് nx. ഇവിടെ എക്സ് അകത്തേക്ക് കൊടുത്തു, മൈനസും അകത്തേക്ക് കൊടുക്കണം. ബിക്കോസ് ബ്രാക്കറ്റിനുള്ളിലേക്ക് മൈനസും കൂടെ പോകും. -2x എന്ന് വന്നു. nx ആൻഡ് -nx ക്യാൻസൽ ആയി. പ്ലസ് എക്സും -2x ആ വന്നിരിക്കുന്നത്. പ്ലസ് 1x അറിയാമെങ്കിൽ 1x എന്ന് തന്നെ എഴുതിക്കോ. 1x ഉം -2x കൂടെ വരുമ്പോ -x ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് -x. അഗെയിൻ നമ്മൾ പഴയതിലേക്ക് പോകണം. കോസ് that is equal to cos x. കോസിന്റെ നെഗറ്റീവ് ആംഗിൾ വരുമ്പോൾ കോസും അതിന്റെ റെസിപ്രോക്കലും മാത്രമേ പോസിറ്റീവ് ആകത്തുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ്. ദാറ്റ് ഈസ് RHS. സിമ്പിൾ അല്ലേ? ഫാസ്റ്റ് ആയിട്ട് ഇനി നമുക്ക് ചെയ്യാമല്ലോ. സിമ്പിൾ അല്ലേ? ഇക്വേഷൻ എഴുതുക. കോസ് എ മൈനസ് ബിയുടെ ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ മനസ്സിലാവണം. അതാണ് ഏറ്റവും ഫോർമുല. ഏത് ഫോർമുലയാണ് ഇവിടെ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. കണ്ടോ? ദിസ് ഈസ് സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി. അത് കാണുമ്പോ ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി എന്ന് പറഞ്ഞാൽ സെയിം ആ, ഇല്ലേ? എ പ്ലസ് ബി സെയിം ആസ് ബി പ്ലസ് എ. നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ പഠിച്ചിട്ടില്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെയിം മെത്തേഡ് തന്നെ. ഇവിടെ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി സെയിം തന്നെ. കോസ് എ മൈനസ് ബി തന്നെയാണ് വരുന്നത്. യെസ്, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ? തിരിഞ്ഞു വന്നേ ഉള്ളൂ. ഓക്കെ, അത് ചെയ്യണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് സൈൻ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽസ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ tan x minus tan y. Prove that sin x plus y by sin x minus y equals tan x plus tan y. This is an important question. മറ്റേ സിമ്പിൾ ആയിട്ട് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഇതിനകത്ത് ഇച്ചിരി ചെറിയൊരു കാര്യമുണ്ട്. അപ്പൊ നമ്മൾ LHS എടുത്തു. LHS is equal to, എപ്പോഴും LHS എടുത്തിട്ടാണ് ചെയ്യുന്നത്. sin x plus y divided by sin x minus y. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. മിസ്സേ മനസ്സിലായില്ല എന്നല്ലെങ്കിൽ മിസ്സിന് മെസ്സേജ് അയക്കണം. ഇല്ലെങ്കിൽ മിസ്സിന് അറിയാൻ പറ്റത്തില്ല നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ. അത് തന്നെയാണ് സൈൻ എ പ്ലസ് ബി. സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ സ്ഥാനത്ത് എക്സ് വന്നു, ബിയുടെ പ്ലേസിൽ y വന്നു എന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് സൈൻ എക്സ് കോസ് വൈ ആണോ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. നമ്മൾ സൈൻ എ പ്ലസ് ബിയെ എക്സ്പാൻഡ് ചെയ്തു. എയുടെയും ബിയുടെയും പ്ലേസിൽ എക്സും വൈയും വന്നേ ഉള്ളൂ. Divided by sin a minus b, that is sin x minus y. Sin a minus b is
sin A cos B, that is sin X cos X, sorry, cos Y minus cos X sin Y. അപ്പൊ നോക്കിക്കേ, ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് പക്ഷെ ടാൻ എക്സ് ആണ് കിട്ടേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? ഇനിയാണ് നമ്മൾ എപ്പോഴും ചെയ്തു വരുമ്പോഴത്തേക്കിന് ചുമ്മാ അങ്ങ് ചെയ്തു പോവല്ല. റൈറ്റ് സൈഡ് എന്താണെന്ന് നോക്കണം. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാൻ എക്സ് കിട്ടുമോ? ഓക്കെ, ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. ടാൻ കിട്ടാൻ എന്ത് വേണം? ഓരോ ടേമിനെയും നമ്മൾ കോസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? ഓരോ ടേമിനെയും കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈൻ മാത്രം നിൽക്കുമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? നമുക്കിവിടെ ടാൻ ആണ് ഫസ്റ്റ് ടേം കിട്ടേണ്ടത്. വെരി ഗുഡ്, വെരി ഗുഡ് മോനെ, അടുത്ത് അത്രയും ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ടാൻ കിട്ടണമെങ്കിൽ സൈൻ ബൈ കോസ് വേണം, ആണല്ലോ. സൈൻ എക്സ് ബൈ കോസ് എക്സ് വേണം. അവിടെ ഈ കോസ് വൈ പോകുകയും വേണം. ഓക്കെ, ഈ കോസ് വൈ നമുക്ക് കളയുകയും ചെയ്യണം. അപ്പൊ കോസ് എക്സ് കോസ് വൈ കൊണ്ട് ത്രൂ ഔട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ കോസ് എക്സ് കോസ് വൈ. കോസ് എക്സ് എന്തുകൊണ്ടാണ് എഴുതിയത്? സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ടാൻ എക്സ് കിട്ടുന്നത്. ഈ കോസ് വൈയെ നമുക്ക് കളയുകയും ചെയ്യണം. അതുകൊണ്ട് ത്രൂ ഔട്ട് നമുക്ക് കോസ് എക്സ് കോസ് വൈ കൊണ്ടൊന്ന് ഡിവിഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഓരോ ടേമിന്. വെരി ഗുഡ്. അപ്പൊ സൈൻ എക്സ് കോസ് വൈ divided by cos x cos y plus cos x sin y divided by cos x cos y. കണ്ടോ, ആൻസർ ആയി ഇപ്പൊ തന്നെ. അപ്പൊ ഈ ഏതുകൊണ്ടാണ് ഡിവിഷൻ ചെയ്യേണ്ടതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമുക്ക് ടാൻ എക്സ് കിട്ടണമെങ്കിൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് വേണം. അപ്പൊ ഒരു കോസ് എക്സ് ഡിനോമിനേറ്ററിൽ വേണം. ഈ കോസ് വൈ കളയുകയും ചെയ്യണം. അതിനാണ് ഇതുകൊണ്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി അതുപോലെ തന്നെ പൊക്കോളും. അപ്പൊ സൈൻ എക്സ് കോസ് വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ divided by cos x cos y. അപ്പൊ divide each term by cos x cos y. ഇവിടെ അപ്പൊ എന്ത് സംഭവിക്കും? cos y ക്യാൻസൽ ആയി പോവും. ഇവിടെയോ cos x ക്യാൻസൽ ആയി. അഗൈൻ cos x cos y ക്യാൻസൽ ആയി. then cos x ക്യാൻസൽ ആയി. ആൻസർ ആണല്ലോ. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈസ് ടാൻ എക്സ് പ്ലസ് സൈൻ വൈ ബൈ കോസ് വൈ ഈസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈസ് ടാൻ എക്സ് മൈനസ് സൈൻ വൈ ബൈ കോസ് വൈ ഈസ് ടാൻ വൈ. അത് തന്നെയല്ലേ നമ്മുടെ RHS. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മള് സൈൻ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ സൈൻ എ മൈനസ് ബിയുടെ ഇക്വേഷൻ ഫോർമുല അപ്ലൈ ചെയ്തു. ദെൻ ഡിവൈഡ് ഈച്ച് ടേം ബൈ കോസ് എക്സ് കോസ് വൈ. അവിടെ അത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചെയ്യുന്നുണ്ടോ ഇതൊക്കെ? ഓക്കെ ഓക്കെ റോസ്മി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ ചെയ്യണേ. cos pi by 4 plus x plus cos pi by 4 minus x is equal to root 2 cos x ആണ്. എല്ലാ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സിമ്പിൾ. LHS is equal to നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത് വെച്ചിട്ട് നോക്കുമ്പോ അത്രയൊന്നും പോകണ്ട. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് പഠിച്ച് ഫോർമുല അപ്ലൈ ചെയ്താൽ മാത്രം മതി. പ്ലസ് cos pi by 4 minus x. അപ്പൊ ഇവിടെ രണ്ടും വന്നിട്ടുണ്ട്. cos a plus b വന്നിട്ടുണ്ട്, cos a minus b വന്നിട്ടുണ്ട്. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. cos a plus b, ഇതാണ് a, ഇത് b കേട്ടോ, ഓർത്തോളാം. അത് a മൈനസ് b. cos a plus b എന്ന് പറഞ്ഞാൽ cos a cos b മൈനസ് sin a sin b ആണ്. അപ്പൊ നമ്മൾ cos a ക്ക് പകരം pi by 4 into
കോസ് ബിക്ക് പകരം എക്സ് എന്ന് കൊടുത്തു മൈനസ് സൈൻ പൈ ബൈ 4 ഇൻറ്റു സൈൻ എക്സ്. ഇത്രയും നമ്മുടെ ഫസ്റ്റ് വണ്ണിന്റെ എക്സ്പാൻഷനാ. കോസ് എ പ്ലസ് ബിയുടെ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇനി അടുത്തുണ്ട് പ്ലസ് വീണ്ടും കോസ് എ മൈനസ് ബി വന്നിട്ടുണ്ട് അവിടെ ഇല്ലേ? ഇവിടെ കോസ് എ പ്ലസ് ബി ആയിരുന്നു, അടുത്ത വീണ്ടും കോസ് എ മൈനസ് ബി ഉണ്ട്, അവിടെ വീണ്ടും കോസ് എ കോസ് ബി. കോസ് എ കോസ് ബി എന്ന് പറയുമ്പോൾ കോസ് പൈ ബൈ 4 ചിലർക്കൊക്കെ ആൻസർ കിട്ടി കാണും. ഇപ്പൊ ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ പൈ ബൈ 4 ഇൻറ്റു സൈൻ എക്സ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. എന്ത് ചെയ്യണം? ഇവിടെ നോക്കിക്കേ, ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചെറിയ ഇത് എന്താണെന്നൊരു ഇത് വരും. ബ്രാക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മൈനസ് സൈൻ പൈ ബൈ 4 സൈൻ എക്സ് ഉണ്ട്, ഇവിടെ പ്ലസ് സൈൻ പൈ ബൈ 4 സൈൻ എക്സ് ഉണ്ട്. ഈ ടേമും ക്യാൻസൽ ആയി പോവും. ഒന്ന് മൈനസ് ഒന്ന് പ്ലസും ആണ്. ഓക്കെ, then that is equal to cos pi by 4 into cos x. ഇവിടെ cos pi by 4 into cos x 2 times വരുന്നുണ്ടത് ഇല്ലേ? that is 2 times cos pi by 4 into cos x. ക്ലിയർ ആയോ? അപ്പൊ എന്താ വന്നിരിക്കുന്നത്? cos pi by 4 into cos x പ്ലസ് കോസ് പൈ ബൈ 4 ഇൻറ്റു കോസ് എക്സ് എന്നാ വന്നിരിക്കുന്നത്. 2 പ്രാവശ്യം കോസ് പൈ ബൈ 4 ഇൻറ്റു കോസ് എക്സ് വന്നിരിക്കുന്നതുകൊണ്ട് 2 ടൈംസ് ആക്കി നമ്മൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ, 2 ടൈംസ് കോസ് പൈ ബൈ 4 ഇൻറ്റു കോസ് എക്സ്. ഇനി നമുക്ക് കോസ് പൈ ബൈ 4ന്റെ വാല്യൂ അറിയാം. പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 45 ഡിഗ്രി. അപ്പൊ കോസ് 45 ഡിഗ്രി 2 ഇൻറ്റു കോസ് 45 എത്രയാ? 1/√2. വേണമെങ്കിൽ എഴുതിക്കോണം, അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ കോസ് 45 ഡിഗ്രി എന്ന് എഴുതിയിട്ട് അടുത്ത ഇതിൽ ചെയ്താലും മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് 45 ഈസ് 1/√2. ഓക്കെ, ഇൻറ്റു കോസ് എക്സ് ആണല്ലോ നമുക്ക് ആൻസർ. അപ്പൊ ആൻസർ കൂടെ നോക്കണം, നമുക്കൊരു കോസ് എക്സ് അവിടെ ഉണ്ട് ഓൾറെഡി. ഇനി ആൻസർ ആയല്ലോ 2 ഡിവൈഡഡ് ബൈ √2 അല്ലേ? 2നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 2നെ ഞാൻ √2 ഇൻറ്റു √2, നമുക്ക് ന്യൂമറേറ്ററിലാണ് √2 വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 2 √2 കൂടെ ക്യാൻസൽ ചെയ്യുക ചെയ്യുന്നത്. എങ്ങനെയാ ക്യാൻസൽ ചെയ്യുന്നത്? 2 എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2 ആണ്, ഇൻറ്റു 1/√2 അല്ലേ? ഇൻറ്റു കോസ് എക്സ്. ഇതൊക്കെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാ, അല്ലാത്തവർ പെട്ടെന്ന് അങ്ങ് ചെയ്ത് എഴുതി വെച്ചാൽ മതി കേട്ടോ. √2 ഇൻറ്റു √2 ക്യാൻസൽ ആയി പോയി. Then √2 cos x is equal to RHS. സിമ്പിൾ അല്ലേ? ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ കോസ് എ പ്ലസ് ബി കോസ് എ മൈനസ് ബിയുടെ ഫോർമുല അപ്ലൈ ചെയ്തു. ഓക്കെ ആൽവിൻ. ദെൻ എന്താ ചെയ്തത്? പ്ലസും മൈനസും ഉള്ളത് കട്ടായി പോയി, ബാക്കി 2 ടൈംസ് വന്നു. 2 ടൈംസ് കോസ് പൈ ബൈ 4 ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതി. കോസ് പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ കോസ് 45 ഡിഗ്രി ആണ്. കോസ് 45 ഡിഗ്രിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 2നെ √2 ഇൻറ്റു √2 എന്ന് എഴുതി ക്യാൻസൽ ചെയ്തു. ബാക്കി വന്നത് RHS കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ? Then comes the next question. Tan pi by 4 plus x. അതും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ. ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. tan pi by 4 plus x divided by tan pi by 4 minus x. അപ്പൊ LHS എടുത്ത് എഴുതി. LHS is equal to tan pi by 4. ഇതെല്ലാം പ്രൂവ് ചെയ്യാനുള്ളതാ കേട്ടോ. tan pi by 4 plus x divided by tan pi by 4 minus x. ഇക്വേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് LCM അങ്ങോട്ട് എടുത്താൽ മതി. മൈനസ് എക്സ്. അപ്പൊ നമുക്ക് tan a പ്ലസ് ബി ഉണ്ട് ന്യൂമറേറ്ററില്, tan a മൈനസ് ബി ഉണ്ട് ഡിനോമിനേറ്ററില്. ഓക്കെ, അപ്പൊ tan എങ്ങനെ എഴുതാം?
ടാൻ എ പ്ലസ് ടാൻ ബി, ഇത് എയും ഇത് ബിയും ആണ്. വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ടാൻ പൈ ബൈ 4 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ്. ഓക്കെ, ഇക്വേഷൻ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്ത് കൊടുത്തു. ഹോൾ ഡിവൈഡഡ് ബൈ, ഇതാ ഈ ഡിവിഷൻ ആണ്, ഹോൾ ഡിവൈഡഡ് ബൈ, ഇത് ന്യൂമറേറ്റർ ആണ്, ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ്. ഇനി ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് എടുക്കുക. ദാറ്റ് ഈസ് ടാൻ പൈ ബൈ 4 മൈനസ് ടാൻ എക്സ് divided by 1 plus സൈൻ മാറിപ്പോകരുത്. ടാൻ എ പ്ലസ് ബി വരുമ്പോ ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി ആണ്. അടുത്തത് ടാൻ എ മൈനസ് ബി ആണ്. അപ്പൊ ന്യൂമറേറ്ററിൽ മൈനസും ഡിനോമിനേറ്ററിൽ പ്ലസും ആണ് വരുന്നത്. ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ്. ഇനി നമുക്കറിയാം ടാൻ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ടാൻ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ പൈ ബൈ 4 ടാൻ 45 ഡിഗ്രീസ് 1 ആണ് അല്ലേ? അപ്പൊ നമ്മൾ അത് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് വേണമെങ്കിൽ ഇവിടോട്ട് എഴുതാം. ടാൻ പൈ ബൈ 4 ഇസ് ഈക്വൽ ടു 1. അപ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ എക്സ് അങ്ങനെ തന്നെ എഴുതുക, ഡിവൈഡഡ് ബൈ 1 മൈനസ്, ഇവിടെ 1 അല്ലേ വരുന്നത്, ടാൻ പൈ ബൈ 4 1 ആണ്. 1 ഇൻറ്റു ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് തന്നെ വരും. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ again 1 minus tan x divided by 1 plus, ഇവിടെ വീണ്ടും 1 എന്ന് വന്നു, tan x. ഓക്കെ, ടാൻ പൈ ബൈ 4ന്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കുക? 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഇവിടെ ഒരു ഫ്രാക്ഷൻ ആണല്ലോ വന്നിരിക്കുന്നത്, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു ഫ്രാക്ഷൻ വരുന്നുണ്ട്, എന്താ ചെയ്യുന്നത്? ഫ്രാക്ഷൻ, രണ്ട് ഫ്രാക്ഷൻസ് ഡിവിഷൻ വരുന്നുണ്ട്, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു എന്ത് പറ്റും? തിരിഞ്ഞു പോകും അല്ലേ? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 പ്ലസ് ടാൻ എക്സ് ആൻസർ ആയി, ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ്. ഇത് തന്നെ അല്ലേ ആൻസർ? 1 പ്ലസ് ടാൻ എക്സ് 2 ടൈംസ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിനെ 2 പ്രാവശ്യം എഴുതാം. 1 പ്ലസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ? 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. സോ അതിനെ ഒരുമിച്ച്, ഈ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റയടിക്ക് എഴുതിയാലും മതി. 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ, which is the RHS. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ടാൻ എ പ്ലസ് ബിയും ടാൻ എ മൈനസ് ബിയും അപ്ലൈ ചെയ്തു. ടാൻ പൈ ബൈ 4 ഇസ് ഈക്വൽ ടു 1. ടാൻ പൈ ബൈ 4 ഇസ് ഈക്വൽ ടു 1. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കിന് നമുക്ക് 2 ഫ്രാക്ഷൻ കിട്ടി. അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? ഇത്രയും നമ്മള് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ടീച്ചർ, ചോദിച്ചോ. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ 1 മൈനസ് ടാൻ ബൈ 4 ടാൻ എക്സ് കഴിഞ്ഞ 1 മൈനസ് ടാൻ എക്സ് ആയി. ഏതാ മോനെ? താഴത്തേതാണോ ഇതാണോ? അത് തന്നെ. ടാൻ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ടാൻ 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1. അതെ, 1 മൈനസ് 1 എന്ന് വരൂലേ? 1 മൈനസ് 1 ഇൻറ്റു ടാൻ എക്സ് എന്നാ വരുന്നത്. കണ്ടോ, ഒരു ടാൻ എക്സ് ഇല്ലേ ഇവിടെ? ഉണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെയാ വരുന്നത്, 1 മൈനസ് 1 ഇൻറ്റു ടാൻ എക്സ്. 1 ഇൻറ്റു ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ടാൻ എക്സ് തന്നെയല്ലേ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ എക്സ്. 1 മൈനസ് 1 0 ആവത്തില്ല, 1 ഇൻറ്റു ടാൻ എക്സ് ആ. 1 ഇൻറ്റു ടാൻ എക്സ് ചെയ്ത് നമ്മൾ എഴുതിയിട്ട് വേണം 1 മൈനസ് ചെയ്യാൻ. മോൻ അതാണോ ഉദ്ദേശിച്ചത്?
അതെ ടീച്ചർ മനസ്സിലായി. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ ഓക്കെ. ചോദിക്കണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കണം കേട്ടോ. ഇവിടെ ടാൻ പൈ ബൈ 4 എന്ന് പറയുമ്പോൾ 1 ആണ്. ശരിയാ, അങ്ങനെ ചിന്തിക്കാം. 1 - 1 0 ആയി പോകത്തില്ലേന്ന്. 1 ഇൻറ്റു ടാൻ എക്സ് എന്നാണ്. ഓക്കെ, ഇപ്പൊ 1 ഇൻറ്റു ടാൻ എക്സ് വരും. അതാണ് 1 - ടാൻ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. എനി അതർ ഡൗട്ട്സ്? ആർക്കെങ്കിലും ഉണ്ടോ ഡൗട്ട് ഇനി? ഇത് എന്നിട്ട് നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. ഇവിടെ അങ്ങനെ തന്നെയാണ്. 1 + 1 ഇൻറ്റു ടാൻ എക്സ്. അതൊരു സ്റ്റെപ്പ് എഴുതേണ്ടതായിരുന്നു, ഞാൻ പിന്നെ 1 വാല്യൂ കൊടുക്കാതെ അങ്ങ് എഴുതിയതാ. നമുക്ക് വേണമെങ്കിൽ ഇവിടോട്ട് 1 ഇൻറ്റു എന്ന് എഴുതിക്കോ. ഡൗട്ട് ഉള്ളവർ അങ്ങനെ എഴുതിക്കോണം കേട്ടോ. 1 ഇൻറ്റു ടാൻ എക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷോ ദാറ്റ് tan 3x is equal to tan 3x into tan 2x into tan x is equal to tan 3x minus tan 2x minus tan x. ഇതൊക്കെ ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ എവിടെ ഈ ഫോർമുല അപ്ലൈ ചെയ്യും? നമുക്ക് LHS എന്ന് പറയുന്നത് ഇതാ. LHS is equal to, ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഐ തിങ്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഉണ്ടായിരിക്കാം. LHS is equal to tan 3x into tan 2x into tan x. നമ്മളെ ഇങ്ങനെ എപ്പോഴും നമ്മൾ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫോർമുല ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഡയറക്റ്റ് കിട്ടി ഇങ്ങനെ വന്നു. അപ്പൊ അതിൽ നിന്നും ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് അങ്ങനെ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്തെങ്കിലേ ഇതിന് ആൻസർ കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അതാണ് ട്രിഗ്നോമെട്രിക്കിലെ നമ്മൾ 10th വെച്ചാണെങ്കിലും കുറെ നമ്മളെ കുറച്ച് സോൾവ് ചെയ്യാനുള്ള ഉണ്ടല്ലോ, അത് ഇടയ്ക്ക് ഒരു 1 - sin² x ഒക്കെ ഇട്ട് കൊടുക്കണം, എങ്കിലേ അവിടെ ആൻസർ കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ അതുപോലെ ഒരു ടെക്നിക്കാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് a+bയുടെ ഇക്വേഷൻ ഒന്നും ഇല്ല. ഈ ആൻസർ കിട്ടണമെങ്കിൽ അപ്പൊ നമ്മള് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാല്, ഇവിടെ കണ്ടോ, ഇവിടെ 2x ഉണ്ട്, x ഉണ്ട്, 3x ഉണ്ട്, 3 ആംഗിൾസ് ഉണ്ട്. 3x ഉണ്ട്, 2x ഉണ്ട്, x ഉണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ എടുത്തിട്ട് മറ്റേ 2 ആംഗിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതാന് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് tan 3x എടുക്കുക. ടേക്ക് tan 3x. എന്താ ചെയ്തത്? tan 3x എടുത്തിട്ട് ഈക്വൽസ് tan 2x + x എന്നാക്കി. ചെയ്യാമല്ലോ അങ്ങനെ. ഈ 2x ഉണ്ട്, ഇവിടെ x ഉണ്ട്. ഈ 2x എക്സിന്റെ ടേമില് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 3x കിട്ടും. അപ്പൊ ഞാൻ ആ tan 3x = tan 2x + x എന്ന് എടുത്തു. ഇവിടെ അപ്പൊ നമുക്ക് a+bയുടെ ഇക്വേഷനിലേക്ക് വന്നു ഇല്ലേ? tan a+bയുടെ ഫോർമുല വന്നു. അപ്പൊ എന്താ ചെയ്തത്? tan 3x എടുത്തു ഇതിനകത്ത്. tan 3x എന്ന് പറഞ്ഞാൽ tan 2x + x ആണ്. ഓക്കെ, അപ്പൊ 2x + x a+b അപ്ലൈ ചെയ്തപ്പോ നമുക്ക് ഇങ്ങനെ കിട്ടി. tan 3x = ലെഫ്റ്റ് സൈഡ് അവിടെ അങ്ങനെ തന്നെ ഇട്ടേക്കുക. ഈക്വൽസ് tan 2x, tan a+b ആണ്. tan 2x + tan x ഇല്ലേ? ഇത് a ഇത് b ആ. tan a + tan b. tan a+bയുടെ ഇക്വേഷൻ ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 1 - tan a. tan a എന്ന് പറയുമ്പോൾ tan 2x into tan b എന്ന് പറയുന്നുണ്ട് tan x. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താ ചെയ്തത്? tan 3x tan 2x + x എന്ന് എഴുതി. എന്നിട്ട് അവിടെ tan a+bയുടെ ഫോർമുല അപ്ലൈ ചെയ്തു.
ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ആൻസർ ആയി. ഇനി എന്ത് ചെയ്താൽ മതി, ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്നാ വരുന്നത്, tan 3x is equal to tan 3x into 1 minus tan 2x into tan x. ഓക്കെ, ഈക്വൽസ് റൈറ്റ് സൈഡ് അതുപോലെ തന്നെ എഴുതുക. tan 2x, ഇപ്പൊ നോക്കിക്കേ, നിങ്ങൾ ആൻസറിലേക്ക് എത്തിച്ചേർന്നു നമ്മൾ, പ്ലസ് tan x. എന്താ ചെയ്തത്, ഞാനിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഈ ഡിനോമിനേറ്റർ അപ്പോ ഇങ്ങേപ്പുറത്തോട്ട് പോകും അല്ലേ, ലെഫ്റ്റ് സൈഡിലേക്ക് പോയി. റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്റർ ഇവിടെ ബൈ 1 ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി. ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോ tan 3x into 1 minus tan 2x into tan x is equal to tan 2x plus tan x. ഇനി ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. കണ്ടോ, രണ്ട് ടേംസ് ഉണ്ട് ഇവിടെ. tan 3x into 1 tan 3x തന്നെ വരും. ഓക്കെ, മൈനസ് tan 3x into ഈ രണ്ട് ടേമും ചെയ്യും. tan 3x into tan 2x into tan x ഈക്വൽസ് റൈറ്റ് സൈഡ് അതുപോലെ തന്നെ എഴുതുക. tan 2x plus tan x. ക്ലിയർ ആയ മക്കളെ? എന്താ ചെയ്തത്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, എന്നിട്ട് ഈ tan 3xനെ ബ്രാക്കറ്റ് നമ്മൾ മാറ്റി. ഓക്കെ, ഇനി ഒന്ന് നോക്കിക്കേ, മൈനസ് tan 3x into tan 2x into tan x. ദാ ഇവിടെ tan 3x into tan 2x into tan x എന്ന് കിടപ്പുണ്ടേ. tan 3x മൈനസ്, കണ്ടോ ഇതെല്ലാം ഉണ്ട്, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഞാൻ അതിന് എന്താ ചെയ്യുന്നത്, ഈ മൈനസ് tan 3x into tan 2x into tan xനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി ഇതിനെ നമ്മൾ എന്ത് കൊണ്ടുപോവാ, ലെഫ്റ്റ് സൈഡിലേക്കും കൊണ്ടുപോവുക. ദാറ്റ്സ് ഓൾ, ഇത്രയേ ഉള്ളൂ ആൻസർ. അപ്പൊ tan 3x റൈറ്റ് സൈഡിലുള്ളതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, മൈനസ് tan 2x പ്ലസ് tan 2x ലെഫ്റ്റിലോട്ട് വരുമ്പോൾ മൈനസ് ആവും, പ്ലസ് tan x ലെഫ്റ്റിലേക്ക് വരുമ്പോൾ മൈനസ് tan x ഈക്വൽസ് മൈനസ് tan 3x into tan 2x into tan x റൈറ്റിൽ പോകുന്നുണ്ട്, tan 3x into tan 2x into tan x. അത് എവിടേക്ക് വന്നു, മൈനസ് ആയിരുന്നു, റൈറ്റിൽ പോയപ്പോ പ്ലസ് ആയി. ഇത് തന്നെയല്ലേ നമുക്ക് ഷോ ചെയ്യാനുള്ളത്. ഇത് തിരിച്ചു മറിച്ചും വന്നേ ഉള്ളൂ. LHS is equal to RHS അല്ലെങ്കിൽ RHS is equal to LHS അല്ല, ഒന്നുമില്ല. അങ്ങനെ ഇനി പ്രയാസം വല്ലതും ഉള്ളവരുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് ആദ്യം എഴുതുക, അടുത്തെടുത്തിട്ട് രണ്ടാമത് എഴുതുക. അതിന്റെ ആവശ്യം ഒന്നുമില്ല. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണോ? പറയാമോ? ആ, എന്താ നമ്മൾ എടുത്തത് ഇവിടെ? ഇവിടെ നമുക്ക് ഷോ ദാറ്റ് tan 3x into tan 2x into tan x is equal to tan 3x minus tan 2x minus tan x എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനകത്ത് ഇപ്പൊ tan a plus b tan a minus b ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഒക്കെ കണ്ടോ, cos a plus b plus cos a minus b ഒക്കെ. പക്ഷെ ഇവിടെ കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടൊക്കെ വന്നിരിക്കുന്നത് അല്ലേ, tan 3x tan 2x tan x ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് ഈ ഫസ്റ്റ് tan 3x ഇങ്ങനെ എടുക്കുക. tan 3xനെ എടുത്തിട്ട് tan 3x എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യനകത്തോട്ട് നോക്കണ്ട. മീൻസ് ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ബാക്കിയൊന്നും എഴുതുവല്ല നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഈ tan 3x എടുത്തിട്ട് tan 2xന് പകരം അങ്ങനെയൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് tan 3x മാത്രം നമ്മൾ ഇങ്ങനെ എടുത്തു. ഓക്കെ, എന്നിട്ട് ആ tan 3xനെ നമുക്ക് ഇവിടെയുള്ള അടുത്ത രണ്ട് ആംഗിൾസ് 2x x ആണ്. അപ്പൊ ആ ഒരു ഫോമിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ഈ tan 3xനെ tan 2x plus x എന്ന് എടുത്തു. ഈ 3xനെ സമ്മായിട്ട് എഴുതും. 2x plus x എന്ന് എഴുതരുതോ 3xന് പകരമായിട്ട്? എഴുതാമല്ലോ. അപ്പൊ നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും അല്ലേ, അല്ലെ 5x minus 2x എന്നൊക്കെ എഴുതാം. പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാഞ്ഞത്? ഇവിടെയുള്ള ആംഗിൾസ് 2x x ആയതുകൊണ്ട് അതിന്റെ സമ്മായിട്ട് എഴുതി, അത്രേ ഉള്ളൂ. tan 3xനെ tan 2x
പ്ലസ് എക്സ് എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ടാൻ എ പ്ലസ് ബിയുടെ ഇക്വേഷനിലേക്ക് വന്നു. ടാൻ എ പ്ലസ് ബി ആയി ഇവിടെ അല്ലേ. എ എന്ന് പറയുന്നത് 2x-ഉം എ എന്ന് പറയുന്നത് 2x-ഉം ബി എന്ന് പറയുന്നത് എന്താണ്, എക്സും. അപ്പൊ ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുല ആയി. ടാൻ എ പ്ലസ് ലെഫ്റ്റ് സൈഡ് നമ്മൾ അതുപോലെ തന്നെ ഇട്ടു. ടാൻ 3x is equal to ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. അത് ഇക്വേഷൻ ആണ്. എയുടെ പ്ലേസിലോട്ട് നമ്മൾ 2x കൊടുത്തു, ബിയുടെ പ്ലേസിലോട്ട് എക്സും കൊടുത്തു, ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇവിടെ അതുപോലെ തന്നെ ചെയ്തു. അപ്പൊ ഇവിടെ ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുല അപ്ലൈ ചെയ്തു. ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ആകെ നമ്മൾ ചെയ്തത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്തുനിന്ന് ടാൻ 3x ഇങ്ങ് എടുത്തിട്ട് അതിനെ നമ്മളൊരു അഡീഷൻ ഫോർമുല ആയിട്ട് എഴുതി. ഓക്കെ, ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുലയിലേക്ക് എഴുതി. ഇനി നമ്മൾ ചെയ്തത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഈ ഡിനോമിനേറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങേപ്പുറത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ടാൻ 3x ഇൻറ്റു ഈ ഡിനോമിനേറ്ററിലെ എല്ലാം കൊണ്ട് ഈ ടാൻ 3x-നെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ടാൻ 3x എഴുതിയിട്ട് ബ്രാക്കറ്റ് ഇട്ടു. ഓക്കെ, ബ്രാക്കറ്റിൽ ഇത്രയും നമ്പർ ഇത് എഴുതണം. 2 ടേംസ് ഉണ്ട് അവിടെ. 1 മൈനസ് ടാൻ 2x ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ, 2/3x is equal to 4/2. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പൊ 2 into 2 ഈക്വൽസ് 3x into 4. അങ്ങനെയാണ് അതിന്റെ മീനിങ് അല്ലേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ അങ്ങനെ ചെയ്തു. ഇവിടെ ഡിനോമിനേറ്റർ ഇല്ലാത്തത് കൊണ്ട് അവിടെ 1 ആണ്. ആ ടേം മാത്രമേ അവിടെ വരത്തുള്ളൂ റൈറ്റ് സൈഡിൽ. ഓക്കെ, 1 into ഈ ടേം എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ വരുന്നത്. 1 ഉണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഈ ഡിനോമിനേറ്ററിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പില് അപ്പൊ ടാൻ 3x ബ്രാക്കറ്റിന് പുറത്താ കിടക്കുന്നത്. അപ്പൊ ഈ ടാൻ 3x-നെ നമ്മൾ എന്ത് ചെയ്തു, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. 1 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പൊ ടാൻ 3x ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ടാൻ 3x ആണ്. ഇനി മൈനസ് കഴിഞ്ഞിട്ടുള്ള ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. മൈനസ് ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് എന്ന് പറഞ്ഞു. ടാൻ 3x-നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ ടാൻ 3x-നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടാൻ 3x കിട്ടി. മൈനസ് again tan 3x into tan 2x. ഓൾറെഡി tan 2x-ഉം tan x-ഉം അവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു tan 3x-ഉം കൂടെ വന്നു. റൈറ്റ് സൈഡ് അതുപോലെ തന്നെ എഴുതി വെച്ചു. ഓക്കെ, ഇനി എന്താ ചെയ്തത്, നമ്മുടെ ആൻസർ ആയി. ഇവിടെ മൈനസ് ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് എന്ന് പറയുന്ന ഒറ്റ ഒരു ടേം ആണിത് അല്ലേ. 3 മൾട്ടിപ്ലിക്കേഷൻ ഒരുമിച്ച് വന്നിരിക്കുകയാണ്, ഒറ്റ ഒരു ടേം ആണ്. അത് മൈനസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ മൈനസ് ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി പ്ലസ് ആക്കിയപ്പോൾ മൈനസ് ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് എന്നുള്ളത് റൈറ്റ് സൈഡിൽ പോയപ്പോൾ ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് എന്നായി, പ്ലസ് ആയി. ഇനി ഈ ലെഫ്റ്റ് സൈഡിലെ ടാൻ 3x അവിടെ തന്നെ ഇട്ടിരുന്നു. എന്നിട്ട് റൈറ്റ് ചെയ്ത് ടാൻ 2x-നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ മൈനസ് ടാൻ 2x ആയി. ടാൻ എക്സ് പ്ലസ് ടാൻ എക്സിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ മൈനസ് ടാൻ എക്സ് ആയി. ഓക്കെ, ഇത് തന്നെയല്ലേ നമ്മുടെ ആൻസർ. ഇത് തിരിച്ചു വന്നിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ റൈറ്റിൽ എഴുതിയിരിക്കുന്നത് ലെഫ്റ്റിലാണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത്. അതായത് ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് ഇസ് ഈക്വൽ ടു, ഇതിനെ റൈറ്റിലോട്ട് എഴുതുക, ടാൻ 3x ഇൻറ്റു മൈനസ് ടാൻ 2x മൈനസ് ടാൻ എക്സ്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയല്ലോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോണ ആരായിരുന്നു ചോദിച്ചത്? റോസ്മി. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ചോദിച്ച ആൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? ആയി. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, ഇത് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഇവിടെ അപ്പം നമുക്കുള്ള ആംഗിൾസ് കണ്ടോ, ഇവിടെ നമുക്ക് അഡീഷനോ സബ്ട്രാക്ഷനോ ഒന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോട്ട് എ കോട്ട് ബി മൈനസ് ഇങ്ങനൊന്നും ഇല്ല. നമ്മളെ ഇക്വേഷൻ ഒന്നും പഠിച്ചില്ല, ഫോർമുല ഇതിനകത്തൊന്നും ഇല്ല. ഉണ്ടോ? നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന അഡീഷൻ സബ്ട്രാക്ഷൻ ഫോർമുലാസ് ആണ്.
ഇപ്പൊ പഠിച്ചല്ല ഏതാണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോർമുല പഠിച്ചിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ അതേ രീതിയിലുള്ള കാര്യമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടത്തെ ആംഗിൾസ് അപ്പോ എക്സും 2x ആണ്. എക്സ് 2x 3x ആണ്. ആൻസർ നമുക്ക് 1 കിട്ടുകയും വേണം. ഓക്കെ, അപ്പൊ ഈ കോട്ടിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോ ഓർത്തോണം, ഞാൻ കോട്ട് എക്സിനെയാണ് എടുക്കുന്നത്. കോട്ട് മുമ്പേ നമ്മൾ കോട്ട് 3x എടുത്തതുപോലെ കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3ഉം 2ഉം അല്ലേ മറ്റേ ആംഗിൾസ്. എങ്ങനെ എഴുതാം നമുക്ക്? കോട്ട് 3x പ്ലസ് എഴുതാൻ പറ്റുമോ? 3x + 2x എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്താവും? 5 ആവും. ഓക്കെ, 5x ആവും. അപ്പൊ നിങ്ങൾ ഓർക്കും മുമ്പ് എടുത്ത പോലെ തന്നെ 3x എടുത്താൽ പോരെ, 3x എടുത്തിട്ട് 2x + x എന്ന് ഇട്ട് കൊടുത്താൽ പോരെ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ നമുക്ക് ഈ സൈനൊക്കെ 2 മൈനസ് ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ തന്നെ എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ കേസസ് ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താണോ ചെയ്തത്, ഇവിടെ tan 3x ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതേപോലെ തന്നെ ഇവിടെ എടുക്കേണ്ടത് കോട്ട് എക്സിനെയാണ് എടുക്കേണ്ടത്. ഇത്രയും ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല, ആകെ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ കോട്ട് 3x - 2x എന്ന് ഞാൻ എടുത്തു. മുമ്പേ നമ്മൾ പ്ലസ് ആയിരുന്നു എടുത്തത്, ഇവിടെ എന്തെടുത്തു? മൈനസ്. 3x - 2x എന്ന് എടുത്തു. എക്സ് എന്ന് പറഞ്ഞാൽ 3x - 2x ആണല്ലോ. അപ്പൊ നമ്മൾ ഇതിനകത്തെ ഒരു കോട്ടെക്സ് മാത്രം ഇങ്ങനെ എടുത്തു, എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ആംഗിളുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. ദെൻ ഇവിടെ നമ്മൾ a - bയുടെ ഫോർമുല അപ്ലൈ ചെയ്തു. കോട്ട് a - b. കോട്ട് a - b എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പത്തെ പോലെ തന്നെ ഉള്ളൂ, സെയിം ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വരും. കോട്ട് a - b യുടെ കിടപ്പുണ്ട്. കോട്ട് a കോട്ട് b. കോട്ട് a കോട്ട് b എന്ന് പറയുമ്പോൾ കോട്ട് 3x ഇൻറ്റു കോട്ട് ബി എന്ന് പറയുന്നത് കോട്ട് 2x. ഫോർമുല ഓർത്തിരിക്കണം കേട്ടോ. +1 ഡിവൈഡഡ് ബൈ കോട്ട് ബി. കോട്ട് ബി എന്ന് പറയുമ്പോൾ ഇവിടെ കോട്ട് 2x ആണ്, മൈനസ് കോട്ട് എ കോട്ട് 3x ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കോട്ട് എക്സ് ആണ് എടുത്തത്. കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ കോട്ട് 3x - 2x. എന്തിനാ 3x - 2x എടുത്തെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ ബാക്കിയുള്ള ആംഗിൾസ് 3x ഉം 2x ഉം ആണ്. അതിന്റെ ഫോമിലേക്ക് നമ്മൾ മാറ്റിയതാണ്. 3x-ൽ നിന്നും 2x പോയാൽ നമുക്ക് x തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്കൊരു സബ്ട്രാക്ഷൻ ഫോർമുലയും അവിടെ വന്നു. കോട്ട് a - b അപ്ലൈ ചെയ്തു. അപ്പൊ കോട്ട് a കോട്ട് b +1 ഡിവൈഡഡ് ബൈ കോട്ട് b മൈനസ് കോട്ട് a. അത്രയും മനസ്സിലായല്ലോ. മുമ്പത്തെ പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതാ ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. അപ്പൊ എന്നാ വരും? കോട്ട് എക്സ് ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഫുള്ളായിട്ട് ആ കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ്. ഒരു ബ്രാക്കറ്റ് അപ്പൊ ഇടണം നിങ്ങൾ കേട്ടോ. കോട്ട് 2x മൈനസ് കോട്ട് 3x ഈക്വൽസ് റൈറ്റ് സൈഡ് എന്താണ്? കോട്ട് 3x ഇൻറ്റു കോട്ട് 2x +1. മനസ്സിലായോ? അല്ലെ തന്നെ നിങ്ങൾ ഈ ഫോർമുല അപ്ലൈ ചെയ്തതിന്റെ റീസൺ ഇതാണ്. നമുക്ക് കണ്ടോ ഇവിടെ 2 പ്രോഡക്റ്റ് ആയിട്ടാ വരുന്നത്. കോട്ട് എ ഇൻറ്റു കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 2x. കണ്ടോ, ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലേ അത് വരത്തുള്ളൂ. നിങ്ങൾ അതൊന്നും ഓർക്കണ്ട. കോട്ട് എക്സിനെ എടുത്തു. ടേക്ക് കോട്ട് എക്സ് = അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അവിടെ. കോട്ട് എക്സിനെ 3x - 2x ഫോമിലേക്ക് ആക്കി, എന്നിട്ട് അവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്തു, ഫോർമുല അപ്ലൈ ചെയ്തു. കോട്ട് a - b. അത്രയും ക്ലിയർ ആണോ? കോട്ട് a കോട്ട് b +1 ഡിവൈഡഡ് ബൈ കോട്ട് a - കോട്ട് b. കോട്ട് b - കോട്ട് a. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോ കോട്ടെക്സ് ഇൻറ്റു ഇത് 2 ടേമിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ അതിന്റെ അർത്ഥം ഇതാണ്, ഈ കോട്ടെക്സിനെ ഈ 2 ടേമുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. ഓക്കെ, അപ്പോ നമുക്ക് കോട്ടെക്സ്
into cot 2x മൈനസ് വീണ്ടും cot x-നെ cot 3x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. cot x into cot 3x ഈക്വൽസ് cot 3x. ആൻസർ ആയി. ഞാൻ ഈ സ്റ്റെപ്പിൽ വേണം എഴുതായിരുന്നു, ഞാൻ എഴുതാത്തതാണ്. cot 2x പ്ലസ് 1. അപ്പൊ എന്താ ഇവിടെ ചെയ്തത്? cot x-നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. cot x into cot 2x മൈനസ് cot x into cot 3x മൈനസ് അല്ലെ? ഓക്കെ, ഈക്വൽസ് cot 3x into cot 2x പ്ലസ് 1. ഇനി നമുക്ക് എന്ത് ചെയ്താൽ ഇത് തന്നെ എവിടെ കിടക്കുന്നത്? പിന്നെ റൈറ്റ് സൈഡിലെ cot 3x into cot 2x-നെ കൂടെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവുക. ഈക്വൽ ടു 1 അല്ലേ? 1-നെ മാത്രം നമുക്ക് റൈറ്റ് നിർത്തിയാൽ മതി. അപ്പൊ ഇവിടെ എന്ത് വരും? ഇത് അതുപോലെ തന്നെ എഴുതുക. cot x into cot 2x ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ. മൈനസ് cot x into cot x into cot 3x എന്നുള്ളത് ഇതാ തേർഡ് ആണ് അല്ലേ? cot x into അതൊന്ന് ഓർഡർ മാറിയെന്നേ ഉള്ളൂ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ ഈക്വൽ ടുവിന്റെ റൈറ്റിലുള്ളതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാ. മൈനസ് cot 3x into cot 2x ഈക്വൽസ് 1. ഇവിടെ പ്ലസ് ആയിരുന്നു, അത് റൈറ്റ് ലെഫ്റ്റിലേക്ക് പോയപ്പോ മൈനസ് ആയി, ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ആൻസർ. പക്ഷെ നിങ്ങൾ നോക്കുമ്പോ ക്വസ്റ്റ്യനകത്ത് എന്തോ ഒരു ഇതുണ്ടല്ലോ എന്ന് വിചാരിക്കും അല്ലേ? അതെന്താണ്? ഈ cot 2x into cot 3x ഇത് തേർഡ് പ്ലേസിൽ കിടപ്പുണ്ട്. cot 3x into cot 2x അത് cot 2x into cot 3x തിരിച്ചു വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി cot 3x into x കണ്ടോ? ഇത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്തോ, റീഅറേഞ്ച്. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഇവിടെ വെച്ച് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്നാ പറ്റുന്നത്? cot x നമ്മുടെ ആൻസർ അങ്ങ് എഴുതുക. ഇൻറ്റു cot 2x മൈനസ് ഇത് ആദ്യം വരുമെന്നേ ഉള്ളൂ. cot 2x അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറിയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം ലെഫ്റ്റ് സൈഡിൽ തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതുക. ഇവിടെ വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. cot 3x ഇൻറ്റു cot x ഈക്വൽസ് 1. ക്ലിയർ ആയോ? ഇവിടെ എന്താ ചെയ്തത്? നമ്മൾ cot x-നെ 3x മൈനസ് 2x-ന്റെ ഫോമിലേക്ക് ആക്കി. അപ്പൊ cot a മൈനസ് b അവിടെ അപ്ലൈ ചെയ്തു അല്ലെ? ഈ ഫോമുല അപ്ലൈ ചെയ്തു. cot a cot b പ്ലസ് 1 ഡിവൈഡഡ് ബൈ cot a മൈനസ് cot b മൈനസ് cot a ആയി. എന്നിട്ട് ഇവിടെ ഇനി ഇത് മനസ്സിലായി കാണും. പിന്നുള്ളതായിരിക്കും കൺഫ്യൂഷൻ. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഒരു ടേമാണ് കേട്ടോ. ഈ ഓരോ ടേമാ, 2 ടേം ഉണ്ട്. ഈ 2 ടേമിനെയും cot x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് അതുപോലെ തന്നെ എഴുതി. ഇനി നമ്മൾ മൾട്ടിപ്ലൈ cot x into cot x inside. ഓക്കെ, cot x into cot 2x മൈനസ് cot x into cot 3x ഈക്വൽസ് റൈറ്റ് സൈഡ് അതുപോലെ തന്നെ എഴുതി. ഇനി നമ്മുടെ ആൻസറിനകത്ത് 1 മാത്രമേ ഉള്ളൂ റൈറ്റ് സൈഡില്. അപ്പോ റൈറ്റിൽ കിടക്കുന്ന ബാക്കിയുള്ളതിനെ കൂടെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവാ. അത് പോസിറ്റീവ് ആയതുകൊണ്ട് അതിന് ലെഫ്റ്റിൽ വരുന്നുണ്ട്, മൈനസ് ആവും. ഇത്രേ ഉള്ളൂ. ക്ലിയർ? ക്ലിയർ ആയോ മക്കളെ? ഈ 2 ക്വസ്റ്റ്യനും സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. എനി ഡൗട്ട്സ്? കഴിഞ്ഞ നമ്മുടെ ആ സം ആൻഡ് ഡിഫറൻസ് ഫോർമുല വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോ? ആർക്കും അനക്കൊന്നും ഇല്ലല്ലോ ഇല്ലേ? ആരും ഇവിടെ മനസ്സിലായോ മക്കളെ? ഓക്കെ ഓക്കെ, ദീപു മാത്രം മെസ്സേജ് അയക്കുന്നതാണ്. ഓക്കെ, റോസ്മി, സോണ, മനസ്സിലായോ? ഓക്കെ ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മള് ഏത് ഫോർമുലാസ് ആണ് അപ്ലൈ ചെയ്ത്? അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ്. നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാം.
മക്കളെ ഒരു മിനിറ്റ്. Okay, next one is multiple angle formulas. അടുത്ത ഫോർമുലയാണ്. ഇതിനകത്ത് നിറയെ ഫോർമുലാസ് ആണ്. നിങ്ങൾ കുറെ പഠിച്ചാലേ പറ്റൂ. കുറെ നമ്മള് കാണാതെ പഠിക്കണം കേട്ടോ. അപ്പം നമ്മൾ സൈൻ എ പ്ലസ് ബിയും സൈൻ എ മൈനസ് ബി, കോസ് എ പ്ലസ് ബി, കോസ് എ മൈനസ് ബി, ടാൻ എ പ്ലസ് ബി, ടാൻ എ മൈനസ് ബി, കോട്ട് എ പ്ലസ് ബി, കോട്ട് എ മൈനസ് ബി, അത്രയാണ് പഠിച്ചത്. 8 ഫോർമുലാസ് നേരത്തെ പഠിച്ചു. അത് സം ആൻഡ് ഡിഫറൻസ് ഫോർമുലാസ് ആണ്. അടുത്തതാണ് മൾട്ടിപ്പിൾ ആംഗിൾസ് ഫോർമുലാസ്. ഇനി അടുത്തത് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ആ തേർഡ് എക്സസൈസ് എല്ലാം കൂടെ ക്ലബ് ചെയ്ത് കിടക്കുവാണ് കേട്ടോ. നമ്മുടെ റിഡക്ഷൻ ഫോർമുല വെച്ചിട്ടുള്ളത് ആദ്യം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്യിപ്പിച്ചു. അത് പഠിച്ചിട്ട് നമ്മൾ അതിനകത്ത് ചെയ്തു. അടുത്തത് സം ആൻഡ് ഡിഫറൻസ് ഫോർമുല വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു. ആ തേർഡ് എക്സസൈസിൽ തന്നെ ഉണ്ട് ഇതെല്ലാം. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലാസ്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. അത് അത്രയും കൂടെ കഴിയുമ്പോഴേ അത് തീരത്തുള്ളൂ. പിന്നെ ഒരു ചെറിയ എക്സസൈസ്, അത്രയും കൂടെ ഉള്ളൂ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല എന്ന് പറഞ്ഞാല് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. സൈൻ 2x ഇസ് ഈക്വൽ ടു 2 സൈൻ. ഇതെങ്ങനെയാ കിട്ടിയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമേ. സൈൻ 2x ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. സൈൻ 2xന് തന്നെ നമുക്ക് ടാനിലുള്ള ഇക്വേഷൻ ഉണ്ട്, ഫോർമുല ഉണ്ട്. 2 tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പൊ സൈൻ 2xന്റെ തന്നെ നമുക്ക് 2 ഫോർമുലാസ് ഉണ്ട്. 2 sin x cos x ഉണ്ട്, അതുപോലെ 2 tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഉണ്ട്. ദെൻ cos 2xന്റെ 4 ഫോർമുല ഉണ്ട്. cos സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, cos 2x is equal to 1 minus 2 sin സ്ക്വയർ എക്സ്. ഇതേ അഥവാ നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ മിസ് ചെയ്ത് കാണിക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ഫെമിലിയറൈസ് ചെയ്തിട്ട്. cos 2x is equal to 1 minus 2 sin square x. cos 2x is equal to 2 cos square x minus 1. അതുപോലെ തന്നെ cos 2x is equal to 1 plus tan square x divided by 1 minus tan square x divided by 1 plus tan square x. പിന്നെ ഉള്ളത് tan 2x. tan 2xന്റെ ഭാഗ്യത്തിന് ഒറ്റ ഒരു ഫോർമുലയേ ഉള്ളൂ. 2 tan x divided by 1 minus tan square x. അടുത്ത sin 3x cos 3x tan 3x. ഇത്രയും നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഈ cos 2x ഒക്കെ എങ്ങനെയാ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, cos 2xനെ നമ്മൾ ഇപ്പൊ പഠിച്ചത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാം മിസ് കേട്ടോ. ഇത് എങ്ങനെ കിട്ടിയെന്നൊന്നും ആരും ചോദിക്കത്തൊന്നുമില്ല. ഫോർമുല മാത്രം പഠിച്ചാൽ മതി. എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനും വേണ്ടി പറയുവാണ്. ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് കിടപ്പുണ്ടത്. എന്നാലും cos 2xനെ നമുക്ക് എങ്ങനെ എഴുതാം? cos x പ്ലസ് എക്സ് എന്ന് എഴുതാം. നമ്മുടെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഫോർമുലാസിനകത്ത് അഡീഷൻ ഫോർമുല വെച്ചിട്ട് cos x പ്ലസ് എക്സ് എന്ന് എഴുതാം. cos a പ്ലസ് ബിയും ഇത് ബിയും ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ cos a പ്ലസ് ബി എന്ന് പറഞ്ഞ എന്തായിരുന്നു? ഫോർമുല എന്തായിരുന്നു? cos a cos b മൈനസ് sin a sin b അല്ലേ? cos a cos b മൈനസ് sin a sin b. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത്രയേ ഉള്ളായിരുന്നോ കാര്യം? പക്ഷെ ഫോർമുല എല്ലാം പഠിക്കണ്ടേ? അപ്പൊ നമ്മള് cos 2xന് പകരം cos x പ്ലസ് എക്സ് എന്ന് കൊടുത്തു. അപ്പോ cos a പ്ലസ് ബിയുടെ ഫോർമുല ആയി cos a cos b എന്ന് പറയുമ്പോൾ cos x ഇൻറ്റു അഗെയിൻ cos x ആണല്ലോ. ഇവിടെ എക്സും എക്സും അല്ലേ? അപ്പൊ cos x ഇൻറ്റു cos a cos b എന്ന് പറയുന്നത് എയുടെ പ്ലേസിലും എക്സ്, ബിയുടെ പ്ലേസിലും എക്സ് തന്നെയാ. മൈനസ് sin a sin b എന്ന് പറയുമ്പോൾ sin x ഇൻറ്റു sin x. ഓക്കെ, cos x ഇൻറ്റു cos x എന്ന് പറഞ്ഞാൽ എന്തുവാ? 2 പ്രാവശ്യം cos x വന്നു. ദാറ്റ് ഈസ് cos സ്ക്വയർ എക്സ് മൈനസ്
സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഈസ് സൈൻ സ്ക്വയർ എക്സ്. കണ്ടോ? ഒരു ഫോർമുല കിട്ടിയുണ്ടോ? കോസ് 2x ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇനി ഈസിയാ. ഇനി ഈ സൈൻ സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് അറിയാമല്ലോ നമുക്ക്. സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്നറിയാം. ഈ ഇതെങ്ങനെ കിട്ടിയതൊന്നും പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനും വേണ്ടി മിസ് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സിന് പകരം എന്ത് കൊടുത്തു? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. ഈ മൈനസ് അകത്തേക്ക് കൊടുത്തു. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. -1 മൈനസ് മൈനസ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. ഓക്കെ, അപ്പൊ എന്നാ വരും? കോസ് സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സും കൂടെ വരുമ്പോ എത്ര കോസ് സ്ക്വയർ എക്സ് വരുന്നുണ്ട്? 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. അതല്ലേ അടുത്ത ഇക്വേഷൻ, അടുത്ത ഫോർമുല അതല്ലേ? മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇട്ട് കൊടുത്തു. ആദ്യം നമ്മൾ കോസ് 2x കോസ് എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതി കോസ് എ പ്ലസ് ബിയുടെ ഫോർമുല അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. കോസ് 2x ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇനി അതിനകത്ത് സൈൻ സ്ക്വയർ എക്സിന്റെ പ്ലേസിലോട്ട് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് ഇട്ട് കൊടുത്തു. അപ്പൊ മൈനസ് അകത്തേക്ക് കൊടുക്കുന്നുണ്ട്. കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്. അപ്പൊ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് കിട്ടി. നെക്സ്റ്റ് ഫോർമുല ഇല്ലേ? അതല്ലേ അടുത്തത്? കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു കോസ് 2x ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. അതായിരുന്നു അടുത്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് തന്നെ ഈ കോസ് സ്ക്വയർ എക്സിന്റെ പ്ലേസിലോട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇട്ട് കൊടുക്കുക. എന്താ ചെയ്യുന്നത്? കോസ് 2x ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ് അല്ലേ? ഇനി കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. മുമ്പ് സൈൻ സ്ക്വയർ എക്സ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇട്ട് കൊടുത്തു. ഇവിടെ കോസ് സ്ക്വയർ എക്സിന്റെ പ്ലേസിൽ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇട്ട് കൊടുത്തു. മൈനസ് സൈൻ സ്ക്വയർ എക്സ് അല്ലെ? ഈ കോസ് സ്ക്വയർ എക്സിന്റെ പ്ലേസിലാണ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇട്ട് കൊടുത്തത്. ഇനി 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സും കൂടെ വരുമ്പോൾ 2 സൈൻ സ്ക്വയർ എക്സ് വരത്തില്ലേ? Again, next formula കിട്ടി. Cos 2x is equal to 1 minus 2 sin square x. Clear ആയോ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? വീണ്ടും ഒരു ഫോർമുലയും കൂടെ ഉണ്ട്, ടാനിന്റെ ഫോർമുല ഇട്ട് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എടുക്കാം. Cos 2x is equal to എല്ലാം ഫസ്റ്റ് ഇക്വേഷനകത്തു നിന്നാണ് ഫോം ചെയ്യുന്നത് കേട്ടോ, ഫസ്റ്റ് ഫോർമുലക്കകത്തു നിന്ന്. Cos square x minus sin square x divided by cos square x minus sin square x എന്നാണ് നമ്മുടെ ഫസ്റ്റ് കിട്ടിയ ഫോർമുല. ഞാൻ ഇതിനെ ഡിവൈഡഡ് ബൈ 1 എന്ന് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഇതിനെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1ന്റെ പ്ലേസിലോട്ട് ഞാൻ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇട്ട് കൊടുക്കുക. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസിക്കൽ ടു 1 എന്ന് നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസിക്കൽ ടു 1 എന്നുള്ള ഒരു ഫോർമുല ഉണ്ട്. അപ്പൊ ഇവിടെ ഈ 1ന്റെ പ്ലേസിലോട്ട്, കാരണം ഇവിടെ ഒരു കോഷ്യന്റ് ഫോമിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഡിവൈഡഡ് ബൈ 1 ഇട്ട് കൊടുത്തത്. സോ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ, ഇവിടെ എന്ത് കൊടുക്കാം? again cos square x plus sin square x എന്ന് ഞാൻ കൊടുത്തു 1ന്റെ പ്ലേസിലോട്ട്. തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ കേട്ടോ, ഇവിടെ കോസ് ആദ്യം വന്നിരിക്കുന്നതുകൊണ്ട് അങ്ങനെ എഴുതി. ഇനി നോക്കിയേ, നമ്മുടെ ഫോർമുലയ്ക്കകത്ത് 1 കിട്ടണമെങ്കിൽ ത്രൂ ഔട്ട് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഓരോ ടേമിനെയും ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ്. ഇതിന്റെ ഫോർമുല എങ്ങനെ കിട്ടിയെന്ന് അറിയണമെന്നുള്ളവര് മാത്രം ശ്രദ്ധിച്ച് തല ഉണ്ടാക്കിയാൽ മതി. അല്ലാത്തവര് മീൻസ് പ്രയാസം ഉള്ളവര് ഫോർമുല അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് അറിയണമെന്നുള്ളവര് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തു. താഴെ അതുപോലെ തന്നെ കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്
പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. ആൻസർ കിട്ടിയല്ലോ. കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 വരും. മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് തന്നെ കിട്ടി. ക്ലിയർ ആയോ? കോസ് 2x നമ്മൾ അഡീഷൻ ഫോർമുലയിലേക്ക് മാറ്റി കോസ് എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടി. പിന്നെ സൈൻ സ്ക്വയർ എക്സിന് വരെ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് കൊടുക്കുമ്പോൾ ഒരു ഫോർമുല കിട്ടും. കോസ് സ്ക്വയർ എക്സിന് വരെ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് കൊടുക്കുമ്പോൾ അടുത്ത ഫോർമുല കിട്ടും. പിന്നെ കോഷ്യന്റ് കിട്ടണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1 ഇട്ടിട്ട് അവിടെ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് കൊടുത്തു ത്രൂ ഔട്ട് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ചെയ്താൽ മതി. 4 ഫോർമുല കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ദെൻ സൈൻ 2x ഇതുപോലെ തന്നെ ഉള്ളൂ. സൈൻ 2x അഥവാ നിങ്ങൾക്ക് മറന്നുപോയിട്ടുണ്ട് സൈൻ 2x ഫോർമുല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സൈൻ 2x ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് എക്സ് എന്ന് അങ്ങോട്ട് എഴുതുക. സൈൻ എക്സ് പ്ലസ് എക്സ്. അപ്പൊ നമ്മൾ മറ്റേ ഫോർമുല അറിയണം. സൈൻ എ പ്ലസ് ബി, സൈൻ എ കോസ് ബി. സൈൻ എ പ്ലസ് ബി എന്തുവാ? ഇസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണല്ലോ. അത് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ എക്സ് തന്നെയാ രണ്ടിടത്തും വന്നിരിക്കുന്നത്. സോ സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് സൈൻ എക്സ് രണ്ടും ഒന്ന് തന്നെയല്ലേ? സൈൻ എക്സ് കോസ് എക്സും അപ്പുറത്ത് കോസ് എക്സ് സൈൻ എക്സ്. കോസ് എക്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് കോസ് എക്സ് തന്നെയാണ്. ദാറ്റ് മീൻസ് 2 ടൈംസ് സൈൻ എക്സ് കോസ് എക്സ്. കണ്ടോ? സൈൻ 2x നമുക്ക് കിട്ടിയ കണ്ടോ? സൈൻ 2x ഇസ് ഈക്വൽ ടു 2 ടൈംസ് സൈൻ എക്സ് കോസ് എക്സ്. ഇനി അടുത്തത് കോഷ്യന്റ് ഫോർമുലയാ. ഇതുപോലെ തന്നെ മുമ്പത്തെ പോലെ തന്നെ ഇപ്പൊ കിട്ടിയ ഫോർമുല അങ്ങോട്ട് എഴുതണം. സൈൻ 2x ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 എന്നിട്ട് എഴുതും. ഓക്കെ, എന്നിട്ട് മുമ്പത്തെ പോലെ തന്നെ 1 പകരം എന്താ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ് ബൈ കോസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. നേരത്തെ അപ്ലൈ ചെയ്തു. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഇനി നോക്കിക്കേ, 2 ടാൻ എക്സ് കിട്ടണം. ഫോർമുല. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? സൈൻ എക്സ് ബൈ കോസ് എക്സ് വരുമ്പോഴാണ് ടാൻ എക്സ് കിട്ടുന്നത്. ഇവിടെ ഓൾറെഡി ഒരു കോസ് എക്സ് ഉണ്ട്. അപ്പൊ ഞാൻ ആ കോസ് എക്സ് പോവുകയും വേണം. അപ്പൊ ത്രൂ ഔട്ട് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഓരോ ടേമിനെയും ഡിവിഷൻ ചെയ്തു. അപ്പൊ ഇങ്ങനെ കിട്ടും 2 സൈൻ എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് all divided by sin square x by cos square x plus cos square x by cos square x. Okay, when I do e cos x കൂടെ പോയിട്ട് 2 sin x by cos x എന്ന് കിട്ടി. എന്നുവെച്ചാൽ tan x അല്ലേ? divided by sin square x plus cos square x is tan square x plus cos square x divided by cos square x 1 വന്നു. That is equal to 2 tan x divided by 1 ഞാൻ തിരിച്ചെഴുതുക. 1 plus tan square x. നമുക്ക് പറയാനും പഠിക്കാനും ഉള്ള സൗകര്യം അനുസരിച്ചിട്ട് 2 tan x divided by 1 plus tan square x. കിട്ടിയോ? ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ tan 2x ഉം. tan 2x എന്ന് പറഞ്ഞാൽ tan x plus x എന്ന് എഴുതി. നേരത്തെ പോലെ തന്നെ tan x plus x. tan a plus b ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. tan a plus tan b അല്ലേ? ഇപ്പൊ tan x plus tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a tan b. tan a plus b യുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. tan a plus b എന്ന് പറഞ്ഞാൽ tan a plus tan b ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a tan b. അപ്പോ 1 മൈനസ് tan x ഇൻറ്റു tan x. ഡയറക്റ്റ് നമുക്ക് ഇത് കിട്ടും. tan x പ്ലസ് tan x എന്ന് പറഞ്ഞാൽ 2 tan x. 2 പ്രാവശ്യം tan x വന്നു. 1 മൈനസ് tan x ഇൻറ്റു tan x ഈസ് tan സ്ക്വയർ x.
ഓക്കെ, ടാൻ 2x-ന്റെ ഫോർമുല ഇങ്ങനെയാണ് കിട്ടുന്നത്. എങ്ങനെയാണ് കിട്ടിയതെന്ന് മിസ് പറഞ്ഞു. ഓക്കെ, 3x ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മള് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ, ഇത്രേ ഉള്ളൂ. അപ്പൊ sin 2x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 sin x cos x. ഫോർമുല പറഞ്ഞേ, മനസ്സിൽ തന്നെ പറഞ്ഞോണം. sin 2x is equal to 2 sin x cos x. ഓക്കെ, അതുപോലെ തന്നെ sin 2x is equal to 2 tan x divided by 1 plus tan square x. ഇത് പഠിക്കണം, എന്ന് തന്നെ പോയി പഠിക്കുക കേട്ടോ. അടുത്ത cos 2x is equal to cos square x minus sin square x. cos 2x is equal to 1 minus 2 sin square x. അതുപോലെ തന്നെ cos 2x is equal to 2 cos square x minus 1 and 1 minus tan square x divided by 1 plus tan square x. ഇനിയും sin 3x എന്ന് പറഞ്ഞാൽ 3 sin x minus 4 sin cube x ആണ് കേട്ടോ. 3 sin x minus 4 sin cube x. അതുപോലെ തന്നെ cos 3x എന്ന് പറഞ്ഞാൽ 4 cos cube x minus 3 cos x. Tan 3x is 3 tan x minus tan cube x divided by 1 minus 3 tan square x. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതാണ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലാസ്. ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ, അപ്പൊ നിങ്ങൾ പഠിക്കാതെ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 ക്വസ്റ്റ്യൻ അതിന്റെ കൂടെ ചെയ്തിട്ട് നിർത്താം. ഓക്കെ, പ്രൂവ് ദാറ്റ് cos 4x is equal to 1 minus 8 sin square x into cos square x. ഇവിടെ cos 4x ആണ്. അപ്പൊ നമ്മള് LHS അങ്ങോട്ട് എടുക്കണം. ശ്രദ്ധിച്ചിരിക്കണേ. LHS is equal to ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ ഇപ്പൊ മിസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായിട്ട് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനിലകത്ത് ഒരെണ്ണം ഉറപ്പായിട്ട് ചോദിക്കും. ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. cos 4x എന്നാണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ, നിങ്ങൾ cos A cos B 2x plus 2x എന്നൊന്നും ഇട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കേട്ടോ. ഇപ്പൊ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലയാണ് ഓർത്തോണം. cos 4x. ഇപ്പൊ A പ്ലസ് ബിയുടെ ഫോർമുല ആണെങ്കിൽ പൈ ബൈ 4 പ്ലസ് എക്സ് എന്നോ മുമ്പേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടോ? ഒരു ഐഡിയ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ. കണ്ടോ, പൈ ബൈ 4 പ്ലസ് എക്സ്, പൈ ബൈ 4 മൈനസ് എക്സ്, അല്ലെ എക്സ് പ്ലസ് വൈ, എക്സ് മൈനസ് വൈ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സൈൻ എ പ്ലസ് ബി, സൈൻ എ മൈനസ് ബി ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വരുമ്പോ 2x 3x 4x അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലാസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കോസിന്റെ ഏതൊക്കെ ഫോർമുലയാണ് അറിയാവുന്നത്? cos 2x is equal to എന്തൊക്കെയാ? cos 2x is equal to sin square x minus cos square x അല്ലേ? സോറി, cos square x minus sin square x. cos square x minus sin square x. അതുപോലെ തന്നെ 1 minus 2 sin square x കാണാതെ പഠിക്കണം കേട്ടോ. is equal to 2 cos square x minus 1. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ഈസ് ടാനിലുള്ള ഇക്വേഷൻ. cos 2x is equal to 1 minus tan square x divided by 1 plus tan square x. അപ്പൊ ഇത്രയും ഫോർമുലാസ് നമുക്ക് കോസിന്റെ ഉണ്ട്. ഇവിടെ cos 4x ആണ്. ശ്രദ്ധിച്ചിരിക്കണേ. ഇപ്പൊ cos 4x എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് cos 2 into 2x എന്ന് മിസ് എഴുതാൻ പോവാം. ബിക്കോസ് നമുക്ക് 2x-ന്റെ ഫോർമുലയാണ് അറിയാവുന്നത് അല്ലെ? cos 2x. അപ്പൊ 2x-ന്റെ പ്ലേസിൽ നമ്മൾ ഇതെടുത്തു. cos 2 into 2x എന്ന് എടുത്തു. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മുടെ ആൻസർ 1 minus 8 sin square x cos square x എന്ന് കിട്ടണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 1 മൈനസ് ഉള്ള ഫോർമുല അപ്ലൈ ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒക്കെ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻസർ റൈറ്റ് സൈഡ് കിട്ടണമെന്നില്ല. നമുക്ക് 1 മൈനസ് ആണ് ക്വസ്റ്റ്യന് കിടക്കുന്നത് റൈറ്റ് സൈഡ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ cos 2x is equal to ഈ ഇക്വേഷൻ ഫോർമുല അപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം? cos 2x is equal to 1 minus 2 sin square x. sin square x എന്ന് പറഞ്ഞാൽ sin square
എക്സിന്റെ പ്ലേസിൽ എന്ത് ഇടണം? 2x എന്ന് ഇടണം. എന്താ ചെയ്യേണ്ടത്? 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2. ഈ സൈൻ സ്ക്വയർ 2xനെ ഞാൻ സൈൻ 2x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ല, മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതിയാലും ദാറ്റ് ഈസ് സെയിം ആസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ 2xന്റെ ഫോർമുല അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ സൈൻ സ്ക്വയർ 2xനെ സൈൻ 2x ദ ഹോൾ സ്ക്വയർ എന്ന് ഇട്ടു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2. ഇനി സൈൻ 2xന്റെ ഫോർമുല ഏതാണ്? രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ടാനിലുള്ളതും ഒന്ന് സൈനിലും കോസിലും ഉള്ളതും. അപ്പൊ നമുക്ക് ഇവിടെ ടാനിന്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് കോസ് എക്സ്. ഏത് ഇക്വേഷനാ? 2 സൈൻ എക്സ് കോസ് എക്സ്. അത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഈ സൈൻ 2xന് പകരം അപ്ലൈ ചെയ്തു. സൈൻ 2x is equal to 2 സൈൻ എക്സ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. That is equal to 1 minus 2 into 2 sin x cos x the whole square ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ആ സ്ക്വയറിനെ അങ്ങ് മാറ്റാം. അപ്പൊ എന്നാ വരും? 4 sin square x cos square x എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? 2 sin x cos x the whole square എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4 വന്നു, sin x ന്റെ സ്ക്വയർ sin square x, cos x ന്റെ സ്ക്വയർ cos square x. That is equal to 1 minus ഈ 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ആൻസർ എത്തി. 2 4s are 8 sin square x cos square x. Is equal to RHS. ഓക്കെ, എന്താ ചെയ്തത്? ഇച്ചിരി കൺഫ്യൂഷൻ വരുമായിരിക്കും, കാരണം കുറെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് കൊണ്ട്. എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്? ഒന്നും കൂടെ മിസ് പറയാം. cos 4xനെ നമ്മള് cos 2 into 2x എന്ന് എഴുതി. cos 2 into 2x എന്ന് എഴുതി. ദാറ്റ് ഈസ് cos 2 into 2x എന്നാ എഴുതിയിരിക്കുന്നത്. അതായത് cos 2x എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യണം. cos 2x is equal to cos 2xന്റെ 4 ഫോർമുല നമുക്കറിയാം. പക്ഷെ നമ്മൾ 1 minus 2 sin square 2x ആണ് അപ്ലൈ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? നമ്മുടെ ആൻസറിനകത്ത് 1 മൈനസ് എന്ന് കിടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതിന് പകരം cos 2 into 2xന് പകരം 1 minus 2 sin square x. നമ്മുടെ ഫോർമുല ഇതാണ്, 1 minus 2 sin square x ആണ്. പക്ഷെ നമ്മുടെ ആംഗിൾ ഇവിടെ 2x ആയിട്ട് എടുത്തിരിക്കുന്നത് കൊണ്ട് 1 minus 2 sin square 2x എന്ന് എടുത്തു. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ? ഇനി സൈൻ സ്ക്വയർ 2xനെ സൈൻ 2x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. സൈൻ സ്ക്വയർ 2xനെ സൈൻ 2x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി സൈൻ 2xന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇതെല്ലാം ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നതാ. സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x എന്ന് അപ്ലൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 2 sin x cos x ദ ഹോൾ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്നാ വരും? അത് ഈ 2 പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ആദ്യം നമ്മൾ ഈ സ്ക്വയറിങ് എല്ലാം ചെയ്തതിന് ശേഷം മാത്രം 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 sin x cos x ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 2s are 4 sin x ന്റെ സ്ക്വയർ sin square x cos x ന്റെ സ്ക്വയർ cos square x. ഓക്കെ, അപ്പൊ 2 ഇനി ബ്രാക്കറ്റ് മാറ്റുക, കാരണം ഒറ്റ ഒരു ടേമേ ഉള്ളൂ. 2 കൂടെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, ആൻസർ ആയി. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആയോ?
ക്ലിയർ ആയോ മക്കളെ? ആർക്കും അനക്കൊന്നുമില്ലല്ലോ? ഓക്കെ ഓക്കെ. ടോബിന്, ടോണി മനസ്സിലായി. ദീപു ഓക്കെ. ജോൺ പോൾ, ടെറി ഓക്കെ. ഇത്രയും പേരെ ഉള്ളോ? ഗേൾസിന് ആർക്കും മനസ്സിലായില്ല? ഓക്കെ ആൻമരിയ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇച്ചിരി കൂടെ നമുക്ക് ഫോർമുലാസ് അപ്ലൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കിന് മക്കള് ഈ ഫോർമുല എല്ലാം പഠിച്ചിട്ട് വരിക കേട്ടോ. ഇത്രയും ഫോർമുലാസ് വൃത്തിയായിട്ട് പഠിച്ചിട്ട് വരിക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഇത്രയും ഫോർമുലാസ് നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank Thank you. you, Miss. Good night. Thank you. Good night. എമ്മി എവിടെയെങ്കിലും ഇല്ലേ?